അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു. പഠനം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണോ, അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്ന് മെച്ചപ്പെട്ട മറ്റൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരാണോ നമ്മളിൽ പലരും? കഠിനാധ്വാനവും തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലെത്തുമ്പോൾ നമ്മൾ വല്ലാതെ പേടിക്കാറുണ്ട്. നമ്മുടെ ആത്മവിശ്വാസവും ചോർന്നു പോകാറുണ്ട്. എന്നാൽ സർവശക്തനായ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് അവൻ പഠിപ്പിച്ചു എന്ന വഴികളിലൂടെ നീങ്ങിയാൽ ഏത് വലിയ ഇൻ്റർവ്യൂ നമുക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. ഇൻ്റർവ്യൂവിൽ വിജയിക്കാൻ നാം ചെയ്യേണ്ട ചില പ്രത്യേക അമലുകളും ദുആകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പുരുഷന്മാർ പള്ളിയിൽ വെച്ചും സ്ത്രീകൾ വീട്ടിൽ വെച്ചും ഇത് നിർവഹിക്കുക. ആദ്യമായി ഏതെങ്കിലും ഒരു സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക. നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഊതുക. ഫാത്തിഹ ഊതുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തെത്തുമ്പോൾ അത് 21 തവണ ആവർത്തിച്ച് ചൊല്ലുക. അതിനുശേഷം ഫാത്തിഹ പൂർത്തിയാക്കി സുജൂദിൽ നിന്ന് വിരമിച്ച് നമ്മുടെ ജോലിക്കാര്യത്തിൽ വിജയം നൽകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായം തേടാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി ബോർഡിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂറത്തുൽ യാസീനിലെ 9-ാം ആയത്ത് മനസ്സിൽ ഓതിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശത്രുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് പ്രയാസം തരുന്നവരെയോ നേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഈ ആയത്ത് ഏറെ ഫലപ്രദമാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശയ്നാഹും ഫഹും ലാ യുബ്സിറൂൻ. അർത്ഥം: അവരുടെ മുന്നിലും പിന്നിലും നാം ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ അവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ നമുക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങാനും നമ്മുടെ പോരായ്മകൾ അവർ ശ്രദ്ധിക്കാതെ നമ്മുടെ കഴിവുകൾ മാത്രം അവർക്ക് മുമ്പിൽ പ്രകടമാകാനും ഈ ആയത്ത് സഹായിക്കും. ഇതുകൂടാതെ ഇൻ്റർവ്യൂവിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണ നാമമായ യാ ലത്തീഫു യാ അല്ലാ എന്ന് ധാരാളമായി ഓതിക്കൊണ്ടിരിക്കാം. ഏറ്റവും മയമുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി മയപ്പെട്ടു വരാൻ ഈ ദിക്ർ അങ്ങേയറ്റം സഹായിക്കും. നമ്മുടെ കഴിവിലും പ്രയത്നത്തിലും വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് നന്നായി പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അമലുകൾ കൂടി ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ബർക്കത്തുള്ള ഹലാലായ ജോലികൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.